ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറയണ്ടേ? രാഹുൽ ഗാന്ധി കേരളത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രതികരിച്ചത്. ബംഗാളിൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചവർ, BJPയെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെങ്കിൽ കേരളത്തിൽ രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളപൂശുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താ? വലിയ മോഷണം നടത്തിയ ആൾക്ക് വലിയ സമ്മാനം. യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ CEOനും ബാധകമാണ്. ബംഗാളിൽ 27 ലക്ഷം വോട്ടർമാരുടെ പേരാണ് വെട്ടിയതെങ്കിൽ കേരളത്തിൽ 24 ലക്ഷം വോട്ടർമാരുടെ പേരാണ് ആദ്യം വെട്ടിയത്. 2025 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്താൽ അന്ന് 2.85 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക പ്രകാരം 2.71 കോടി മാത്രമാണുള്ളത്. 2025 14 ലക്ഷം വോട്ടർമാരുടെ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് 94 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ അർഹതപ്പെട്ട വോട്ടർമാരുടെ വോട്ട് വെട്ടിക്കളഞ്ഞപ്പോൾ 46 മണ്ഡലങ്ങളിൽ, അത് വടക്കൻ കേരളത്തിൽ വോട്ടർമാരുടെ പേര് 10,000 മുതൽ 20,000 വരെ വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് അനർഹരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം ചില വിവരങ്ങൾ പുറത്തുവിട്ടു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണാത്മകമായ റിപ്പോർട്ടായിരുന്നു അത്. അതിൽ ആ പത്രം റിപ്പോർട്ട് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് UDFിലെ ഒരു കക്ഷിക്ക് വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടിയിരുന്നു എന്നും ആ കരട് വോട്ടർ പട്ടികയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് അനർഹരായ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി ലാപ്ടോപ്പും എടുത്ത് വീടുകളിലും ചില സ്ഥാപനങ്ങളിലും അപേക്ഷ കൊടുക്കാനുള്ള ഫോറൻ നമ്പർ 6A പ്രകാരം വിദേശത്തു നിന്നുമുള്ള നീക്കങ്ങൾ നടന്നത്. ഇത്രയും തെളിവുകളും വസ്തുതകളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ SIRലൂടെ അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് മാറ്റാനും നീക്കം ചെയ്യാനും അനർഹരായ ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താനും വേണ്ടി നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് എന്തേ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ശ്രീ VD സതീശൻ മൗനം ആചരിക്കുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ 30/10/2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഘട്ടത്തിൽ അദ്ദേഹം സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, SIR ഞങ്ങൾ അതിശക്തമായി അപലപിക്കും. SIR വോട്ടവകാശം നിഷേധിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പ്രതീതിയാണ് കേരളത്തിലെ CEO. ഇലക്ഷൻ കമ്മീഷൻ BJP ഗവൺമെന്റിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ SIRന്റെ പ്രവർത്തനം നീതിപൂർവമായി മാറില്ല എന്നും പറഞ്ഞയാളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. എന്തേ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് പറഞ്ഞത് വിഴുങ്ങുന്നത്?